നിങ്ങളുമ്മനെ ഈ കൂട്ടത്തിലെ എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന്? സ്വന്തം മാന്റെ കൈ പിടിച്ചിട്ട് ജീവിതത്തിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ട്, ഉമ്മ എന്റെ നാവ് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ടോ? എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം, എന്റെ പെരുമാറ്റം എന്റെ ഉമ്മാനെ കരയിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തിന്റെ ഒരു ശൈശവ കാലഘട്ടം അത് ഓർത്താൽ മതി നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉമ്മാനെ തിരിച്ചറിയാൻ. ഇന്ന് നമുക്ക് ശ്വസിക്കാൻ വായു വേണം, കുടിക്കാൻ വെള്ളം വേണം, ജീവിക്കാൻ സ്നേഹമെന്ന കരുതൽ വേണം. ഉമ്മല്ലെങ്കിലേ ഉമ്മാന്റെ വിലയറിയൂ. പലപ്പോഴും ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, റബ്ബേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ, ഒരുപക്ഷെ എനിക്ക് കിട്ടുന്ന കാവലുകളൊക്കെ എൻ്റെ ഉമ്മാന്റെ പ്രാർത്ഥനയായിരിക്കും. ഓരോ തവണ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്ന് അള്ളാനോട് ദിക്ർ ചൊല്ലിയിട്ട് പോണേ മോനെ, തിരിച്ചു വരുന്നത് വരെ ഓരോ ദിവസവും സാധ്യമാകുന്ന നിലക്ക് അന്വേഷണങ്ങൾ നടത്തി ഓരോ രാവും പകലും ഒരു ഉമ്മ അർദ്ധമയക്കത്തിൽ പോലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ശക്തിയാ മക്കളെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനം. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തിൽ പോലും അവരുടെ പ്രാർത്ഥനയുടെ കരുത്തുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാ ഈ കാലഘട്ടത്തിൽ പലർക്കും തൻ്റെ രക്ഷിതാക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല, മാതാക്കളുടെ മനമറിയാൻ സാധിക്കുന്നില്ല. ഇന്ന് നമുക്ക് ഇതേപോലെ കുടിക്കാൻ വായും വെള്ളവും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇതൊക്കെ വേണ്ടിയിരുന്നു. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഭിത്തികളിൽ അലക്കയായി അള്ളിപ്പിടിക്കുന്ന അന്നു മുതൽ നിങ്ങൾക്ക് വളരാൻ വെള്ളം വേണം, നിങ്ങൾക്ക് ജീവൻ തന്ന അന്നു മുതൽ നിങ്ങൾക്ക് ശ്വാസം വേണം, നിങ്ങൾക്ക് ജീവിക്കാൻ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാ? അത് പുറത്തുനിന്ന് ആരെങ്കിലും വയറ്റിലേക്ക് കുത്തിവെച്ചതല്ല. ഒരു ഉമ്മ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ഉമ്മാന്റെ പൊക്കിളിൽ നിന്ന് നിങ്ങളെ പൊക്കിളിലേക്ക് തന്ന ആദ്യത്തെ ശ്വാസം, ഒരു ഉമ്മാന്റെ പൊക്കിളിലൂടെ നിങ്ങളെ പൊക്കിളിലേക്ക് ഉമ്മ തന്ന ആദ്യത്തെ വെള്ളം, ഒരു ഉമ്മ നടക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചു നടന്ന നടത്തം, ആ കരുതലും സ്നേഹവും നിങ്ങൾക്ക് അന്നവർ നൽകിയിട്ടുണ്ടെങ്കിൽ ആയുസിന്റെ വാർദ്ധക്യത്തിലേക്ക് അവർ നിങ്ങളെപ്പോലെ മക്കളെ പോലെ എത്തും. ഞാനൊക്കെ പറയാറുണ്ട്, എൻ്റെ ചെറിയ മോളെ ഞാനിങ്ങനെ എടുത്തു പൊന്തിക്കുമ്പോൾ അവളെ വായിന്നിങ്ങനെ തുപ്പലിങ്ങനെ ഒലിക്കും. നമ്മളതിന് തേനെന്നാ പറയാ. ആ തേനൊലിപ്പിക്കല്ലടി എന്നും പറഞ്ഞ് ഞാൻ ആ തേന് സ്വന്തം ചുണ്ടിലായാലും എൻ്റെ മോളെ ചുണ്ടുകൊണ്ട് തന്നെ അത് വൃത്തിയാക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്, എൻ്റെ വായിൽ നിന്നും ആ നുരയും പതയും തുപ്പലും ഒലിക്കുന്നൊരു കാലം വരാനുണ്ട്. ഇവിടെ നിന്നൊന്ന് നീട്ടിത്തുപ്പിയ എന്റെ ചെറിയുടെ സൈഡിലൂടെ ഈ ചുണ്ടിന്റെ ഭാഗത്തുകൂടെ ഒലിച്ചു ചാടുന്ന ഒരു വാർദ്ധക്യം എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്റെ ഭാര്യനെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് എന്റെ മക്കൾ എന്നെ അറപ്പോടെ നോക്കുമ്പോ, എന്റെ ആയുസ്സിൽ എന്റെ മക്കളുടെ വിസർജ്യത്തിൽ ഒരിക്കൽ പോലും അറപ്പ് കാണിക്കാത്ത എന്നോട്, എന്റെ മക്കളുടെ വായിൽ നിന്നും ഒലിക്കുന്ന അവരുടെ തുപ്പലിനോട് ഒരു അറപ്പും കാണിക്കാത്ത എന്നോട്, എന്റെ മടിയിൽ കിടന്നാലും ഭാര്യന്റെ മടിയിൽ കിടന്നാലും ഓരോ രാത്രി കിടക്കപ്പായിൽ വിസർജിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് മകൻ നനവിലാണെന്നറിയുമ്പോ, തന്റെ മകള് നനവിലാണെന്നറിയുമ്പം ആ മൂത്രത്തിന്റെ തുണി മാറ്റി പുതിയ തുണികൾ തിരികെ വെച്ച് നേരം പുലരുന്നതിനിടയിൽ 5ഉം 6ഉം തവണ മക്കളുടെ കിടക്കുന്ന വിരിപ്പ് മാറ്റിക്കൊടുത്ത ഉമ്മാനോട് വാർദ്ധക്യത്തിൽ അറപ്പോടെ വെറുപ്പോടെ പെരുമാറുന്നുണ്ടെങ്കിൽ അവിടെ ആ റബ്ബ് പഠിപ്പിച്ചത്, അവരിൽ ഒരാളോ 2 പേരോ വാർദ്ധക്യത്തിലേക്ക് എത്തി നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ ചേ എന്നൊരു വർത്തമാനം പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല. ഒരിഷ്ടം, ഒരനിഷ്ടത്തോടെയുള്ള നോട്ടം പോലും നിങ്ങൾ അവർക്ക് നേരെ നോക്കാൻ പാടില്ല. വലിയൊരു പാറയെപ്പോലും നീക്കിക്കളയാൻ കെൽപ്പുണ്ട് ഒരു ഉമ്മനോടും വാപ്പനോടും നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്കും അതല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്ന നന്മകൾക്കും. അതുകൊണ്ട് ആ ഗുഹയിൽ അകപ്പെട്ടു പോയപ്പോ അതിലൊരാൾ പ്രാർത്ഥിച്ചതെന്താ? റബ്ബേ, എൻ്റെ മാതാപിതാക്കൾക്ക് കൊടുത്തിട്ടേ ഞാൻ എൻ്റെ മക്കൾക്ക് പാല് കൊടുക്കാറുള്ളൂ. ഒരു ദിവസം ഞാൻ തിരിച്ചു വന്നപ്പോ എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയത് ഞാൻ കണ്ടു. അവരുണരുന്നത് വരെ ഞാൻ കാത്തിരുന്നു. ഉണർന്നതിന് ശേഷം ഞാൻ അവർക്ക് ആ പാല് കൊടുത്തതിന് ശേഷമാ ഞാൻ എൻ്റെ മക്കൾക്ക് പോലും കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നിർവഹിച്ചത് നാഥാ നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണ് റബ്ബേ എന്ന അടിമ പ്രാർത്ഥിച്ചപ്പം 100 ആള് പിടിച്ചാലും മാറാത്തൊരു പാറക്കഷണം ഗുഹാമുഖത്ത് നിന്നും നീങ്ങിയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഒരു ഉമ്മാന്റെ നാവിന്റെ ദിക്റിന്റെ ബലമാ എനിക്കും ഇങ്ങക്കും പടച്ചോൻ ഒരുക്കി വെച്ചിട്ടുള്ള കാവല്. ആ തിരിച്ചറിവോടുകൂടി സ്വന്തം മാതാവിനെ തിരിച്ചറിയാനും ഉമ്മയെന്ന വാക്കിന്റെ ആഴമറിയാനും നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. വാക്കുകളെ കൊണ്ടോ നോട്ടം കൊണ്ടോ ഒരു ഉമ്മയെ സങ്കടപ്പെടുത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ സാമൂഹിക ജീവിതത്തിൽ പലപ്പോഴും നമ്മളെ ജീവിതത്തിലൊക്കെ ചില വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ
ഒരു വാക്കുപോലും പറയാൻ പറ്റാതെ ഒറ്റയ്ക്കിരിക്കുന്ന ചില മാതാക്കളെ കാണുന്ന സമയത്ത് ഒരുപാട് സങ്കടപ്പെട്ടു പോകാറുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളതും അത്രേ. നിങ്ങൾ ഏതൊക്കെ ഉയരത്തിലെത്തിയാലും, എത്രയൊക്കെ നിങ്ങൾ സമ്പത്ത് വാരിക്കൂട്ടിയാലും, ഏതൊക്കെ ഉന്നത സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയാലും, വന്ന വഴി അത് സ്വന്തം മാതാപിതാക്കളുടെ കൈയിൻ്റെയും നാവിൻ്റെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന തിരിച്ചറിവോടെ അവരെ നെഞ്ചോട് ചേർക്കാൻ സാധിക്കണം. ഒരുപാട് മക്കളുണ്ടായിട്ടും അനാഥകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിൽ ഒരു പ്രൊഫസർ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് 3 മക്കളാ. ആ 3 മക്കളെയും ആ വാപ്പ പഠിപ്പിച്ചു. ഇന്ന് നിങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നതും നിങ്ങൾക്കൊരു നല്ല ഭാവി ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. ഞാൻ പഠിപ്പിക്കുന്ന നിന്റെ മക്കൾക്ക് എന്നെ സംരക്ഷിക്കും എന്നൊരു പ്രതീക്ഷ കൊടുക്കാൻ മക്കളായ നിന്റെ മക്കൾക്ക് പറ്റിയിട്ടില്ലേ? ആ മക്കൾ വലിയ അബദ്ധങ്ങളാ. നിങ്ങൾക്ക് ഈ സൗകര്യങ്ങളും ഇന്നു പോലും നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നേരം വെളുത്ത് ഈ സമയം വരെ ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നന്നാവാൻ വേണ്ടി നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാര് വാപ്പമാര് ഈ കൂട്ടത്തിലുണ്ട്. ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ മക്കൾ നന്നാവണം. എൻ്റെ മക്കൾ മറ്റൊരാളെ മുൻപിൽ അപമാനിക്കപ്പെടാൻ പാടില്ല. നാളെ പടച്ചോന്റെ അടുത്തേക്ക് എത്തുമ്പം ആ മക്കളോട് 100% നീതി കാണിച്ച ഒരു മാതാപിതാക്കളാവണം എനിക്ക് എന്ന പ്രാർത്ഥനയോടെ ഓരോ മാതാപിതാക്കളും നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ അള്ളാഹുവിന്റെ മുൻപിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിൽ, ആ മാതാപിതാക്കളെ തിരിച്ച് പരിഗണിച്ച് സന്തോഷിപ്പിക്കുക എന്നുള്ളത് ഓരോ മക്കളുടെയും ഉത്തരവാദിത്തമാണ്. ആ മാതാവിൻ്റെ അരികിൽ ചെന്ന് അല്പനേരം സംസാരിക്കാൻ. ഞാനൊക്കെ പറയാറുണ്ട്, സ്വന്തം ഉമ്മാനോടൊരു തമാശ പറയാൻ പോലും മക്കൾക്ക് മടിയാ. എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് നല്ല മക്കളുണ്ട്. വാപ്പൻ്റെയും ഇമ്മൻ്റെയും ബർക്കത്ത് കിട്ടി അവരുടെ ഏറ്റവും നല്ല വാക്കോടുകൂടി ഈ ദുനിയാവെന്ന് മക്കളാൽ സന്തോഷിച്ച് പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയവര്. പക്ഷേ ഇന്ന് പല മഹല്ലുകളിലും കാണാറുള്ളത് എന്താന്ന് ചോദിച്ചാൽ, ആദ്യം വാപ്പ അങ്ങ് മരിക്കും. അങ്ങനെയാണല്ലോ. എനിക്ക് 40 വയസ്സായി, എൻ്റെ ഭാര്യക്ക് 32 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഒരുപക്ഷെ പടച്ചോൻ തീരുമാനിക്കുന്നത് പ്രായത്തിന്റെ അളവിനനുസരിച്ചാണ്. ഞാൻ മരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടേ ചിലപ്പോൾ മരിക്കുണ്ടാവും. അള്ളാന്റെ കല എങ്ങനെയാണെന്ന് അറിയൂല. പക്ഷെ എനിക്കിപ്പോഴും ഉള്ള ഒരു സങ്കടം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യനെ ഒറ്റപ്പെടുത്തല്ലേ എൻ്റെ മക്കള് എന്നാ. കാരണം ദുനിയാവിൽ ഒരു പടച്ചോൻ തരുന്നതിൽ ഒരു വലിയ പരീക്ഷണം ഏകാന്തതയാ, ഒറ്റക്കുള്ള ജീവിതമാ. അതുവരെ കൂടെയുണ്ടായിരുന്ന പലരും കൂടെയില്ലാതാകുമ്പോൾ അനുഭവിക്കുന്ന വേദനയും സങ്കടങ്ങളുമാ. അത് നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മളെ വീട്ടിൽ നമ്മളെ പെരുമാറ്റം കൊണ്ട് ആ ഏകാന്തതയും സങ്കടവും അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ ഓർക്കുമ്പം നെഞ്ചിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു പെടച്ചിൽ ആ മാതാക്കൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മക്കളെ, ആ മാതാപിതാക്കളുടെ നാവിൻ്റെയും അവരുടെ പ്രാർത്ഥനയുടെയും ഫലമായി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വമ്പിച്ച ശിക്ഷ നമുക്ക് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ആ മാതാവിൻ്റെ സ്വർഗം, മാതാവിൻ്റെ കാലടിയിലുള്ള സ്വർഗം അത് കണ്ടെത്താനും അവരെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാനുമാ. ഒരു ഉപ്പയെന്ന വാക്കിൻ്റെ ആഴം അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടോ നമ്മൾക്കാർക്കെങ്കിലും? ഒരു വാപ്പയെ പറ്റി പറയുമ്പം പലരും പറയാറുള്ളത് അധ്വാനിക്കുന്നൊരു മിഷ്യൻ, അത്രേ ഉള്ളൂ. പ്രസവിച്ചതിൻ്റെ കണക്ക് ഉമ്മാര് പറയുമ്പോൾ പോലും നോക്കിയ കണക്ക് വാപ്പാര് പറയാറില്ല. കാരണം ഒരു വാപ്പക്കറിയാം, ഒരു പിതാവിൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ ബലത്തിലാ മക്കളുടെ സന്തോഷം എന്ന്. ആയുസ് തീരുന്നതുവരെ ഒരു വാപ്പ ഉരുകിയൊലിച്ച് നിങ്ങൾക്കൊരു വിളക്കായി കത്തി നിന്നാലും വാർദ്ധക്യത്തിലെത്തുമ്പം പിതാവിൻ്റെ മനസ്സറിഞ്ഞ് ആ വാക്കിൻ്റെ ആഴമറിഞ്ഞ് കൂടെ നിൽക്കാൻ ഓരോ മക്കൾക്കും സാധിക്കേണ്ടതുണ്ട്. ഒരു മകന്റെ കൈപിടിച്ച സംസാരത്തിനും ചേർത്ത് നിർത്തിയ ഒരു തലോടലിനും ആഗ്രഹിക്കുന്ന പിതാക്കന്മാരെ ഇന്ന് നമ്മളെ കൂട്ടത്തിലുള്ളൂ. കോടാനുകോടി കൊടുക്കണം എന്നൊരു വാപ്പയും ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൊണ്ടുത്തരണം എന്നും ഒരു പിതാക്കന്മാർ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ജീവിതത്തിന്റെ ഏറ്റവും വാർദ്ധക്യ കാലഘട്ടത്തിൽ ഒരു പരിഗണന ലഭിക്കുന്ന, ഒന്ന് ചേർന്ന് നിൽക്കുന്ന, ഒരു നല്ല വർത്തമാനം സംസാരിക്കുന്ന, ഒരു നല്ല മക്കളാവണം എന്ന പ്രതീക്ഷയിലും മാത്രമാ നിങ്ങൾക്ക് വേണ്ടി കണക്ക് പോലും നിശ്ചയിക്കാതെ ഒരു പിതാവ് ജീവിതം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, ആ വാപ്പയുടെ മനസ്സറിയാൻ, ആ വാപ്പയെന്ന തണലറിയാൻ, അതില്ലാതാകുമ്പോഴാ നമ്മൾ ഓരോരുത്തരും അതിൻ്റെ വിലയറിയാ. ഞാനിപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊരു അഡ്രസ്സേ ഉള്ളൂ, അബ്ദുറഹിമാന്റെയും നഫീസയുടെയും മകൻ. അവര് നഷ്ടപ്പെട്ടാൽ, അവർ ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോയാൽ ഞാൻ ആരെന്ന് ചോദിച്ചാ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നുമില്ല. പിന്നെ എനിക്ക് പ്രതീക്ഷിക്കാനുള്ളത് എൻ്റെ മരണം മാത്രമാ. അതുകൊണ്ട് തന്നെ നമ്മളാരെന്ന തിരിച്ചറിവിലേക്ക് നമ്മളെ സഹായിക്കുന്ന നമ്മളെ മാതാപിതാക്കളെ, അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ അത് മാതാപിതാക്കൾ